ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോട്ടി നിറ്റേഴ്സ്. ഇറ്റ്സ് മീ അൻഷ. ഇന്നൊരു പ്രൊഡക്റ്റീവ് സൺഡേ ആയാലോ. അപ്പോൾ മോർണിംഗ് തന്നെ ഞാൻ ഇന്നലെ നൈറ്റ് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അടുക്കി പെറുക്കി വെക്കലാണ് കേട്ടോ ഡ്യൂട്ടി. അപ്പോൾ എല്ലാം ക്രാഫ്റ്റ് ഐറ്റംസ് തന്നെയാണ്. എല്ലാം നമുക്ക് ഓരോന്നിൻ്റെതായ സ്ഥലത്തേക്ക് വെക്കാം. കുറച്ച് ഫ്ലവേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതിതാ ഫ്ലവർ ബെഞ്ചിൻ്റെ കൂടെ തന്നെ വെക്കുകയാണ്. പിന്നെ വന്നിട്ട് ഇതുപോലുള്ള 2 ഷെയ്ഡിലുള്ള ക്രീപ്പി പേപ്പേഴ്സാണ്, അതുകൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നട്ട്സ് ജാറ്, പിന്നെ കുറച്ച് ബോക്സസ് ആണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ബോക്സസിൻ്റെ കളക്ഷനിലേക്ക് കൊണ്ടുപോയി വെക്കാം. നട്ട്സ് ജാറ് നമുക്ക് ഓരോന്നായി അൺപാക്ക് ചെയ്തിട്ടും വെച്ചു കൊടുക്കാം. പിന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള സിമ്പിൾ കാർഡ്സ് ആണ്. സിമ്പിൾ കാർഡ്സ് ഞാൻ ഫ്രീ ഓഫ് കോസ്റ്റിനാണ് കൊടുക്കാറുള്ളത്, പക്ഷേ ഇതൊക്കെ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കേണ്ടത് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണെന്ന്. ഇതെല്ലാം ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുന്നതാണ്. എന്നാലും എൻ്റെ സന്തോഷത്തിന് എൻ്റെ എല്ലാ ഗിഫ്റ്റ് ഹാമ്പേഴ്സിൻ്റെ കൂടെയും ഞാൻ ഓരോ കാർഡും വെച്ച് കൊടുക്കാറുണ്ട്. പിന്നെ അതിലിങ്ങനെ വിഷസ് കൂടി എഴുതി കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ സിമ്പിൾ കാർഡ് എല്ലാം ഒരു ബോക്സിലോട്ടാക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇതിൽ ബർത്ത്ഡേ വിഷും പിന്നെ ആനിവേഴ്സറി വിഷൊക്കെ ഉള്ള വരുന്ന ഒരു കാർഡ്സ് ആണ് കേട്ടോ. എല്ലാം വന്നിട്ട് അങ്ങനെ എല്ലാം അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വർക്കിലോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമുക്കൊരു ഡയറക്റ്റ് ഡെലിവറി ഉണ്ടായിരുന്നു. അതുകൂടാതെ കുറച്ച് വിനാൽ സ്റ്റിക്കറിൻ്റെയും പിന്നെ കേക്ക് ടോപ്പറിൻ്റെയും ഒക്കെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം തന്നെ ഞാൻ ഈ ഒരു ജൂൺ മന്തിലേക്ക് വേണ്ടിയിട്ട് ഈ ഒരാഴ്ച കിട്ടിയ ഓർഡേഴ്സൊക്കെ ഒന്ന് എഴുതിയെടുക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്കിലോട്ടേക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമാകും. അങ്ങനെ ഇതാ ഓർഡർ തന്ന് കൺഫേം ചെയ്ത ആൾക്കാരുടെ പേരും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ ഞാനിതാ എൻ്റെ ഡയറിയിലോട്ടേക്ക് എഴുതിയെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ചെയ്യാനുള്ളത് കേക്ക് ടോപ്പറാണ്. ഒരു 3 കേക്ക് ടോപ്പർ നമുക്ക് ചെയ്തെടുക്കാറുണ്ട്. ആളിവിടെ വന്നിട്ട് പിക്ക് ചെയ്യും. എപ്പോഴത്തെയും പോലുള്ള കസ്റ്റമറാണ്. കേക്ക് ടോപ്പർ ഒന്നും കൊറിയർ ചെയ്യാറില്ല, കാരണം വളരെ നഷ്ടമാണ് കൊറിയർ ചെയ്യുമ്പോൾ. ഈ കേക്ക് ടോപ്പറിനേക്കാളും അധികത്തിലധികം കൊറിയർ ചാർജ് കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ആ കഴിയുന്നതും എല്ലാ കസ്റ്റമേഴ്സും ഇവിടെ വന്നിട്ട് പിക്ക് ചെയ്യാണ് കേട്ടോ ചെയ്യാറുള്ളത്. ഇന്ന് 3ഉം ഗോൾഡൻ കളർ തീമിലാണ് നമുക്ക് ചെയ്യാനുള്ളത്. അങ്ങനെ ഇതാ ഞാൻ കട്ടിങ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ വലിയ പുറത്തൊന്നും പോകാൻ പ്ലാൻ ഇല്ല, കാരണം ഇപ്പം ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ നമുക്ക് ഔട്ട്ഡോർ എവിടെയും പോകാൻ കഴിയില്ല. ഏത് ടൈം ആയാലും ഈവൻ രാത്രി ആയാലും കൂടി നല്ല ചൂടാണ്. അപ്പോൾ പിന്നെ ഓർഡേഴ്സൊക്കെ കിട്ടുകയാണെങ്കിൽ ഭാഗ്യമാണ്. വീട്ടിൽ തന്നെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെ ഇതാ കട്ടിങ് പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിക്ക് ചെയ്യാനുള്ള കേക്ക് ടോപ്പറൊക്കെ ഇതുപോലെ ഫെവിക്വിക്ക് വെച്ചിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ക്രിക്കറ്റ് മെഷീനിൽ കട്ട് ചെയ്യാനുള്ളത് ഇതുപോലുള്ള വിനൈൽ സ്റ്റിക്കറാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു വിനൈൽ സ്റ്റിക്കറിൻ്റെ. നിങ്ങൾക്ക് ഏത് കളറിൽ വേണോ പിന്നെ അതുപോലെ ഏത് ഡിസൈനിൽ വേണോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് കട്ട് ചെയ്ത് തരും കേട്ടോ. നമുക്ക് 2 ഹാപ്പി ബർത്ത്ഡേയും ഹാപ്പി ആനിവേഴ്സറിയും ബ്ലാക്കിലും വൈറ്റിലും ആയിട്ടാണ് നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നത്. അതും നമുക്ക് പിക്കപ്പ് തന്നെയാണ്. ഇതും ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇത് കൊറിയർ ചെയ്യാൻ നിന്നെങ്കിൽ നഷ്ടമാണ് കൊറിയർ ചാർജ്. ഇതിനേക്കാളും ഡബിൾ പൈസയിൽ കൊറിയർ ചാർജ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ മിക്ക കസ്റ്റമറും വിനൈൽ സ്റ്റിക്കർ ആയാലും ഇവിടെ വന്നിട്ട് പിക്ക് ചെയ്യാണ് കേട്ടോ ചെയ്യാറുള്ളത്. അങ്ങനെ ഇതാ ബ്ലാക്കിലുള്ള വിനൈൽ സ്റ്റിക്കർ കട്ടിങ് പ്രോസസ്സിൽ ആരംഭിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈറ്റും കൂടി കട്ട് ചെയ്യാം. ആകെ കൂടി 4 സ്റ്റിക്കറിനെ ഓർഡർ ഉള്ളൂ. എന്നാലും ഞാൻ കുറച്ചധികം സ്റ്റോക്കിൽ വെക്കുന്നുണ്ട്. എനിക്കും അർജൻറ്റ് വർക്കൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെയും ഇരുന്ന് ഡിസൈൻ ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. കട്ട് ചെയ്തതിൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എനിക്ക് ഒട്ടിച്ചിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ കുറേ കട്ട് ചെയ്ത് വെക്കുന്നത്. കട്ട് ചെയ്ത് വെക്കുമ്പോൾ ഞാൻ എല്ലാം കുറേ കട്ട് ചെയ്ത് വെക്കും. അങ്ങനെ ആകുമ്പം എനിക്കും കാര്യങ്ങൾ എളുപ്പമാണ്. ഇതുപോലുള്ള വീക്കെൻഡിലല്ലേ നമുക്ക് ഇതുപോലുള്ള പരിപാടികളൊക്കെ എടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ഇതാ ബ്ലാക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് വൈറ്റ് കൂടി കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കണം. കട്ട് ചെയ്തതെല്ലാം ഞാൻ ഇതുപോലെ വീഡ് ചെയ്തിട്ട് ട്രാൻസ്പോർട്ട് ആപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ സെല് ചെയ്യാറുള്ളത്. വീഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ട്രാൻസ്പോർട്ട് ആപ്പ് ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ പിന്നെ കസ്റ്റമർക്ക് കുറച്ചൊന്ന് റബ്ബ് ചെയ്യുക. അവർക്ക് ഏത് സർഫസിലാണോ ഒട്ടിക്കേണ്ടത് അതങ്ങനത്തെ നേരെ ഒട്ടിച്ചാൽ മതിയേ. അങ്ങനെ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് കുറച്ച് അധികം സാധനങ്ങൾ പ്രിൻ്റ് എടുക്കാനുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഞാനിതാ വേർഡ് ഫയലിൽ എഡിറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ പിന്നെ പ്രിൻറ്റിങ് കാര്യങ്ങൾ ബാക്കി ഇവിടുന്ന് മെല്ലനെ കംപ്ലീറ്റ് ആവുമല്ലോ. നാളെയും മറ്റന്നാളായിട്ട് കുറച്ച് ഓർഡേഴ്സ് ഉണ്ട്, അതിൻ്റെ പ്രിൻറ്റിങ് ആണ് ഇതൊക്കെ. പിന്നെ വന്നിട്ട് ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു ഡയറക്റ്റ് ഡെലിവറി ഉണ്ടെന്ന്, അതിൻ്റെതും ഒരു പ്രിൻറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ അത് ഇവിടുന്ന് പ്രിൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മൾ ബ്ലാക്കും വൈറ്റും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വൈറ്റ് നമുക്കൊന്ന് വീഡ് ചെയ്തിട്ട്
എടുത്തു വെക്കാം. ഇനി നമുക്ക് ഇന്ന് വൈകുന്നേരം കൊണ്ടുപോകുന്നതിൽ 2 കസ്റ്റമൈസേഷൻ വർക്ക് ഉണ്ട് കേട്ടോ. ഒന്ന് വന്നിട്ട് കസ്റ്റമൈസ്ഡ് കോഫി മഗ്ഗും പിന്നെ അടുത്തത് കസ്റ്റമൈസ്ഡ് വാട്ടർ ബോട്ടിലായിരുന്നു. അറബിക്കിലായിരുന്നു കസ്റ്റമർ നെയിം എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റൂഹി ഹയാത്തി എന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് ഡിസൈൻ സ്പേസിൽ ഞാനിതാ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കോഫി മഗ്ഗിലോട്ടേക്കും പിന്നെ അതുപോലെ വാട്ടർ ബോട്ടിലോട്ടേക്കും അത് സ്റ്റിക്ക് ചെയ്യണം. ബ്ലാക്ക് കളറിലുള്ള കോഫി മഗ്ഗാണ് കേട്ടോ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കസ്റ്റമർ നമ്മളോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആൾക്ക് വൈഫിന് ഇതൊക്കെ ഗിഫ്റ്റ് ചെയ്യണം എന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പൊതുവേ ആണുങ്ങളൊക്കെ അങ്ങനെയാണ് കേട്ടോ. ഗിഫ്റ്റ് ഓർഡർ തരുമ്പോൾ ജസ്റ്റ് അവർക്കൊന്നും സ്പെസിഫിക്കേഷൻ ഉണ്ടാവില്ല. അപ്പം നമുക്ക് സുഖമാണ്, നമ്മളെ ക്രിയേറ്റിവിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. അപ്പം ഞാൻ വിചാരിച്ചു ബ്ലാക്ക് കളർ തീമിലുള്ള സംഭവങ്ങൾ സെറ്റ് ചെയ്യാം. ആളുടെ വൈഫ് ഉണ്ടല്ലോ, അതെൻ്റെ ഒരു റെഗുലർ കസ്റ്റമറാണ്. അപ്പോൾ ആളെപ്പോഴും വൈഫ് എപ്പോഴും ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് എല്ലാം ഓർഡർ ചെയ്യാറുള്ളത്. അപ്പോൾ ഇപ്പോൾ വിസിറ്റിങ്ങിന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹസ്ബൻഡ് എൻ്റെ നമ്പർ തപ്പി പിടിച്ചിട്ട് ആ ഒരു വൈഫിൻ്റെ ബർത്ത്ഡേക്ക് എന്നോട് തന്നെ ഗിഫ്റ്റ് സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. കാരണം എനിക്ക് വൈഫിനെ നേരിട്ട് അറിയില്ലെങ്കിലും ഇങ്ങനെ ഓർഡറൊക്കെ തന്നിട്ട് വാട്സപ്പിലോട്ട് പരിചയമുണ്ടല്ലോ. അങ്ങനെ ആൾക്ക് ഞാൻ ആദ്യം കോഫി മഗ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ കസ്റ്റമൈസ്ഡ് വാട്ടർ ബോട്ടിലും സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. വാട്ടർ ബോട്ടിലിന് ഇതുപോലെ ഇങ്ങനെ ഒരു കവറൊക്കെ വരുന്ന ടൈപ്പാണ്, ബ്ലാക്ക് കളറിൽ. അങ്ങനെ അതിലും റൂഹി ഹയാത്തി എന്നുള്ളത് വേർഡ് കസ്റ്റമൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ വക ഒരു കുട്ടി ബർത്ത്ഡേ സർപ്രൈസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഹസ്ബൻഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു മിനി ഫ്രെയിം ആയിരുന്നു. ആൾ തന്നെ എനിക്ക് ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്ന് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. വൈറ്റ് തീമിലാണ് ഞാൻ ഫ്രെയിമിൻ്റെ ഇത് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫ്രെയിമും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഐറ്റംസൊക്കെ നമുക്ക് എല്ലാം കൂടി ഒരു ബോക്സിൽ സെറ്റ് ചെയ്ത് എടുക്കണം. എന്നിട്ട് ഈവനിങ് ആകുമ്പോൾ നമ്മൾക്ക് തന്നെ പോയിട്ട് ഡെലിവറി ചെയ്യണം കേട്ടോ. ആൾ ലൊക്കേഷനൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഞാനിതാ ബർത്ത്ഡേ ഹാമ്പർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ കൂടെ ഒരു കേക്ക് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സിമ്പിൾ കാർഡിൽ വിഷസൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളുടെ കേക്ക് ടോപ്പർ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വിനൈൽ സ്റ്റിക്കറും റെഡിയാക്കിയിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതും വന്നിട്ട് പിക്ക് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം റെഡിയാക്കി എടുത്ത് ഞാനൊന്ന് പെട്ടെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി നമുക്ക് നേരെ ഡെലിവറിക്ക് പോകാം കേട്ടോ. ഒരു 4 o'clock ആയിട്ടുണ്ട് ടൈം വന്നിട്ട്. എല്ലാം ഞാനിത് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ വരുമ്പോൾ ഈ ഒരു പണികളൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ നമ്മളെ ഗിഫ്റ്റ് ഹാമ്പേഴ്സൊക്കെ എടുത്ത് റെഡിയായി നമ്മൾ കാറിൽ വെച്ചിട്ട് ഇനി നേരെ ആളുടെ ലൊക്കേഷനിലെത്തിയിട്ട് ആൾക്ക് തന്നെ കൊടുക്കണേ. ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആണ്. കാരണം എൻ്റെ കസ്റ്റമറെ നേരിട്ട് കാണാമല്ലോ. അങ്ങനെ ആൾക്ക് കൊടുത്തു. ആളൊന്ന് നെട്ടിയിട്ടുണ്ടായിരുന്നു. ആൾക്ക് എന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒത്തിരി സന്തോഷമായി. ഞാൻ അവിടെ നിന്ന് തന്നെ ഗിഫ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് എൻ്റെ സർപ്രൈസ് ഗിഫ്റ്റ് ഒന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൂടി കണ്ടപ്പോൾ മൊത്തത്തിൽ നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞു എന്തായാലും നമ്മൾ എല്ലാവരും കൂടി നമുക്കൊന്ന് ബർത്ത്ഡേ ആഘോഷിക്കാമെന്ന്. അങ്ങനെ പുറത്ത് തന്നെ വെച്ചിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു. ഞങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും വെരി വെരി ഹാപ്പി ബർത്ത്ഡേ ടു യു കേട്ടോ. ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. ഇങ്ങനത്തൊക്കെ കസ്റ്റമറെ കിട്ടുന്നത് എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമാണ്. അങ്ങനെ അവിടുന്ന് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല കേട്ടോ. എൻ്റെ ബ്രദറും ആളുടെ വൈഫും വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വീട്ടിലേക്ക് എത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ പോകുന്ന വഴിക്ക് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. സൂര്യൻ ഇങ്ങനെ നിൽക്കുകയാണ്. സമയം 5 മണി കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ചൂടിനൊന്നും ഒരു കുറവില്ല. അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.